നമുക്ക് എന്തൊക്കെ വിലപ്പെട്ടത് ഉണ്ടെങ്കിലും മനഃശാന്തിയേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. നമ്മളെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയൂ. നമുക്ക് ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എത്ര പ്രയാസമേറിയതായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനോ കഴിയില്ലായിരിക്കാം. പക്ഷെ കുറച്ച് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ. ജീവിതത്തിൽ നിങ്ങൾ എത്രയൊക്കെ ഉയർച്ച താഴ്ചകൾ നേരിട്ടാലും നിങ്ങളുടെ ചിന്തകളായിരിക്കണം നിങ്ങളുടെ മൂലധനം. നമുക്ക് നാം മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ചിന്തിക്കാതെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രമിരിക്കുക. ഇത് രണ്ടുമാണ് പലരുടെയും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം. വെറും 10% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും 90% നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ് ജീവിതം. മോശം അവസ്ഥയെ ഏറ്റവും മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്കതിന് മറികടക്കാനുള്ള ഒരു പാഠമുണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടത് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹൃദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് മാത്രം സുഹൃത്തായിരിക്കുക. വെല്ലുവിളികൾ ഏറ്റെടുക്കുക. വിജയിച്ചാൽ നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാം. പരാജയപ്പെട്ടാൽ അത് നൽകിയ പാഠം അടുത്ത വിജയത്തിനായി ഉപയോഗിക്കാം.